വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഫിലിപ്പ് പറയാൻ വന്നത് അവിടെ നിർത്തിക്കൊണ്ട് മുന്നിലിരുന്ന് കഴിക്കുന്നവരെ നോക്കി. അവരെന്ത് കരുതും? പക്ഷേ ആരുടെ മുഖത്തും പ്രത്യേകിച്ച് ഒരു ഭാവവും കണ്ടില്ല. എല്ലാവരും ഒരു ചിരിയോടെ കഴിക്കുവാണ്. അതൊക്കെ ഫേക്കായിരുന്നു ഫിലിപ്പ്. രുദ്രനോടുള്ള വാശിക്ക് അവൻ്റെ ഏതൊക്കെയോ ശത്രുക്കൾ ചെയ്തൊരു കാര്യം. അതിൽ അവനും അവളും ഒരുപോലെ പെട്ടുപോയി. ആ പെൺകുട്ടി ഇപ്പോൾ നൈനിയാണത് ചോദിച്ചത്. ന്യൂസ് അവരും കണ്ടിരുന്നു. ലോകം മൊത്തം അവർ തമ്മിൽ പുണർന്നു കിടക്കുന്ന ചിത്രം കണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയുടെ ലൈഫ് വിവാഹം കഴിഞ്ഞു. ഞങ്ങളുടെ മരുമകളാണ്. അല്ല, മകളാണ് അവൾ ഞങ്ങൾക്ക്. മോഹനത് പറയുമ്പോൾ അച്ചാന്ന് വിളിച്ച് അദ്ദേഹത്തിന് നെഞ്ചിലേക്കൂട്ടുന്ന യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. എന്നാൽ മുന്നിലിരുന്ന് കഴിക്കുന്ന 3 പേരുടെയും കണ്ണുകൾ തുറിച്ചു. രുദ്രൻ മാരീഡാണോ? ആദമാണത് ചോദിച്ചത്. പെട്ടെന്ന് അങ്ങനെ നമ്മൾ കരുതാത്തൊന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടില്ലേ? അതവൻ്റെ മുഖത്തും തെളിഞ്ഞു. മോഹൻ അതേന്ന് തലകുലുക്കി. ഓ, വിശ്വസിക്കാൻ കഴിയുന്നില്ല. രുദ്രൻ്റെ മാരേജ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ന്യൂസ് പോലും കിട്ടിയില്ല. പറയുമ്പോൾ എത്ര വലിയ സെലിബ്രിറ്റിയാണ്. എന്നിട്ട് എങ്ങനെ ഇത്ര രഹസ്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി? നാട്ടിൽ വെച്ചായിരുന്നു. അവിടെ അടുത്തുള്ള ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട്, അത്രമാത്രം. അത് കഴിഞ്ഞിട്ടിപ്പോൾ 1.5 മാസം കഴിഞ്ഞു. മോഹൻ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഞെട്ടൽ മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എവിടെയാള്? കണ്ടില്ലല്ലോ, വിളിക്ക്. നൈന ദേവിയെ നോക്കി പറയുമ്പോൾ ദേവി എല്ലാവരെയും നോക്കി. മോളിവിടെ ഇല്ല, പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ അറിയും. മോഹനാണത് പറഞ്ഞത്. ആദത്തിന്റെ ഹൃദയം ശക്തിയിലും മിടിച്ചു. എന്തോ അവൻ ഊഹിച്ച കാര്യമാണ് കേൾക്കാൻ പോകുന്നത് പോലെ. ഫിലിപ്പും നൈനയും മോഹനെ നോക്കി. ഈശ്വര രുദ്രനാഥ്. മോഹൻ പറഞ്ഞു നിർത്തി. ആ സെക്കൻഡ് 3 പേരൊന്നും ഞെട്ടി. അവരുടെ കണ്ണുകളിൽ നിന്നും അത് മറ്റുള്ളവരും കണ്ടു. നൈനക്ക് തല കറന്ന പോലെ തോന്നി. മുന്നിലുള്ള ഭക്ഷണത്തിലേക്ക് അവരൊന്ന് നോക്കി. അവിടുന്ന് എണീറ്റ ഭക്ഷണത്തിനോട് കാണിക്കുന്ന നന്ദികേടാവും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയും താഴ്ത്തി മുന്നിലുള്ള ഭക്ഷണത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നെന്തോ ആലോചിച്ചുകൊണ്ട് തലചരിച്ച് നോക്കി. മകനെ രക്ഷിച്ച പെൺകുട്ടി എന്ന നിലക്കല്ലാതെ മകന്റെ ഭാര്യയായി മനസ്സിൽ കണ്ടുപോയ കുട്ടിക്ക് വേറെ ഒരു അവകാശമുണ്ടെന്ന് കേട്ടതും ഫിലിപ്പ് ഞെട്ടി. എന്തോ ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതുപോലെ നിഷ്കളങ്കതയും സ്വഭാവമുള്ള പെൺകുട്ടിയെ ആരാണ് ആഗ്രഹിക്കാത്തത്? എന്തോ ഓർത്ത പോലെ ഫിലിപ്പ് തലചരിച്ച് നോക്കി. മോഹൻ നിശുഭ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം വിശദമാക്കുവാണ്. ആദത്തെ രക്ഷിച്ച ശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിലൂടെ ഇശുവ എന്ന് അവർക്കറിയാത്ത, പരിചയമില്ലാത്തവൾ ഇശുവ രുദ്രനാഥായ കഥ. നൈനയും ഫിലിപ്പും ഒരുപോലെ ആദത്തെ നോക്കി. തല താഴ്ത്തിയിരിക്കുവാണ്. എന്താണ് അവൻ്റെ ഭാവമെന്നോ എന്താണ് അവൻ്റെ ചിന്തകളെന്നോ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവർ തകർന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ തകർന്നിരുന്നു. അതുപോലെയല്ല, അതിനേക്കാൾ മുകളിൽ അവൻ തകർന്ന് കാണില്ലേ? കാണാതെ, അവൾ അറിയാതെ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോൾ മുതൽ ഉള്ളിൽ ആഴത്തിൽ നിറഞ്ഞതാണ് അവൾ. അവൻ എങ്ങനെ അത് സഹിക്കും? അവൻക്കതിന് കഴിയുമോ? അതായിരുന്നു അവരുടെ ഉള്ളിലൂടെ കടന്നുപോയത്. ഫിലിപ്പിനും നൈനക്കും ഒന്നും തൊണ്ടയിൽ നിന്നും ഇറങ്ങാത്ത പോലെ. ഒന്നും കഴിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ മുഴുവൻ അവരുടെ മകന്റെ അവസ്ഥയെ ആലോചിച്ചുള്ള സങ്കടമാണ്. തങ്ങൾ 2 പേർ ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ അവൻ എങ്ങനെയാവും? മതി, വിളമ്പിയത് അധികമായി. ഞാൻ നൈറ്റധികം കഴിക്കാറില്ല. പെട്ടെന്ന് ആദത്തിന്റെ ശബ്ദം അവിടെ കേട്ടു. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടുന്ന് എണീറ്റിരുന്നു. പിന്നെ ആരൊന്നും മിണ്ടിയില്ല. നൈനയും ഫിലിപ്പും മിണ്ടാതെ കഴിക്കാൻ തുടങ്ങി. കൈ കഴുകി തുടച്ച ശേഷം ആദം മുന്നിലെ മിററിലേക്ക് നോക്കി. സങ്കടം തീങ്ങി നിറഞ്ഞ മുഖം, ചുവന്ന് കലങ്ങിയ കണ്ണ്, സങ്കടം കടിച്ചു പിടിച്ച ചുണ്ടുകൾ. അവൻക്കൊന്ന് കരയാൻ തോന്നി. അവൻ്റെ തന്നെ പിഴവ് ആലോചിച്ചുകൊണ്ട്. ഒന്നും അന്വേഷിക്കാതിരുന്ന അവൻ്റെ കഴിവുകേടിനെ കുറിച്ച്. അവർക്കിടയിൽ നിന്നൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ, ഓടി ഒളിക്കാൻ. ഇശ്വാ. അവൻ്റെ വിതുമ്പുന്ന ചുണ്ടുകൾ അത്രത്തോളം ഇഷ്ടത്തോടെ ഒന്നും ഒഴിഞ്ഞു. ഇനിയില്ലല്ലോ, അർഹതയില്ലല്ലോ, അവകാശമില്ലല്ലോ ഒന്നിനും. ചിന്തിക്കാൻ പോലും അവൾ ആരുമല്ലല്ലോ. ആദത്തിന്റെ കെട്ടിക്കിടന്ന കണ്ണിൽ നിന്നും ഒരു തുള്ളി ഒലിച്ചിറങ്ങി. മിററിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആദം അവൻ്റെ മുഖത്തേക്ക് വെള്ളം ശക്തിയിൽ ഒഴിച്ചു കളഞ്ഞു. ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകിയിറങ്ങി. പാനിന്റെ പോകിൽ നിന്നും ടവലെടുത്ത ശേഷം മുഖം മൊത്തം അവൻ അമർത്തി തുടച്ചു. ശേഷം ഒന്നുകൂടെ അവൻ്റെ മുഖം മിററിൽ നോക്കി. ആർക്കും മനസ്സിലാവില്ലെങ്കിലും അവൻ്റെ പപ്പക്കും അമ്മക്കും മനസ്സിലാകുമെന്ന് അവനക്ക് ഉറപ്പായിരുന്നു. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു അവനെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന റോണിയെ. ആദം അവനെ നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. ആദം മുന്നോട്ട് വരുമ്പോൾ റോണി ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും ഡൈനിങ് ടേബിളിലാണ്. പറയുന്നത് കേൾക്കില്ലെന്ന് ഉറപ്പ് അവൻ വരുത്തി. എൻ്റെ ഏട്ടത്തിയുടെ മെയിലിൽ നിന്നും അയച്ച റെസിഗ്നേഷൻ ലെറ്റർ എൻ്റെ ഏട്ടന് അയച്ചതാവും. ഒരുപക്ഷേ ഏട്ടത്തി അത് അറിഞ്ഞു പോലും കാണില്ല. അത്രയും പറഞ്ഞുകൊണ്ട് റോണി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദം ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. ഏട്ടൻ അങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉറപ്പായി ഉണ്ടാകും. ഒരുപക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ ഏട്ടന് മുൻപ് തന്നെ മനസ്സിലായി കാണും, അല്ലേ? റോണി ചോദിക്കുമ്പോൾ ആദം ഒന്ന് ചിരിച്ചു. സത്യം പറഞ്ഞാൽ ചിരിയല്ല, തോറ്റുപോയവൻ്റെ വേദന, പുറത്ത് കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത വേദന. ഏട്ടത്തിയുടെ വഴിക്ക് വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
ഉള്ളിലുള്ള ഇഷ്ടം ആരും അറിയാതെ മുന്നോട്ട് പോകുവാണെങ്കിൽ ആർക്കും വലിയ കുഴപ്പമില്ലാതെ പോകും. അതല്ലെങ്കിൽ റോണിയെ ബാക്കിയൊന്ന് പറയാൻ അനുവദിക്കാതെ ആദം മുന്നോട്ട് വന്നവൻ്റെ ഷോൾഡറിലൊന്ന് തട്ടി. നിന്റെ ഏട്ടതിയാണെന്നോ ഏട്ടൻ്റെ ഭാര്യയാണെന്നോ എന്തിന് അവൾ ഇഷ്ബിയാണെന്നോ പോലും അറിയാതെ സ്നേഹിച്ചു തുടങ്ങിയതാ ഞാൻ അവളെ. അതിങ്ങനെ തീർന്നു. കണ്ടിട്ടേ ഇല്ലെന്ന് കരുതി ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ്. ഒരിക്കലും ഒരു കരടായി ഞാനോ എൻ്റെ വീട്ടുകാരോ നിങ്ങൾക്കിടയിലേക്ക് വരില്ല, പോരെ. ആദം ചിരിയോടെ തന്നെയാണത് പറഞ്ഞു നിർത്തിയത്. എന്തോ അവൻ്റെ ആ ചിരി കൊണ്ടുള്ള കണ്ണിൽ കടൽ നിറച്ചുകൊണ്ടുള്ള വാക്കുകൾ റോണിയിലും ഒരു വിഷമമുണ്ടാക്കി. മറ്റൊരാളുടെ സ്വന്തമെന്ന് അറിയാതെ ആഗ്രഹിച്ചതല്ലേ, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി ആദ്യത്തെ പോലെ അവളോട് ഇടപഴകിയാൽ അവൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പോകും. അവൻ്റെ ഇശയെ നോക്കുന്നത് പോലും അവനക്ക് പറ്റിയെന്ന് വരില്ല. ആദം അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ബാക്കിയുള്ളവർ കഴിച്ചെഴുന്നേറ്റു. ആദം ഒന്നും മിണ്ടാതെ സെറ്റിയിൽ പോയിരുന്നു. അവരുടെ കഴിയട്ടെ, പെട്ടെന്ന് ഇറങ്ങിപ്പോയാ അതൊരു ബഹുമാനമില്ലാത്ത പരിപാടിയാവുമല്ലോ എന്ന് കരുതിയാണ് അവൻ അവിടെ ഇരുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ അവളുടെ മുഖം മനസ്സിലേക്ക് വരുന്നു. കണ്ണ് നിറയുന്നു. ഇന്നലെ വരെ അല്ല, കുറച്ച് നിമിഷം മുമ്പ് വരെ ഇഷ്ബ എന്നവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ രോമങ്ങൾ പോലും ചിരിച്ചിരുന്നു. എന്നാൽ ഇന്നതില്ല. വല്ലാത്ത വേദനയാണ്. സിരകളിൽ ഓടുന്ന രക്തം പോലും താളം തെറ്റി ഓടുന്ന പോലെ അവൾക്ക് തോന്നി. അത്രയ്ക്ക് വേദന. എന്നാ ഞങ്ങൾ ഇറങ്ങിയാലോ? പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ. കൈ കഴുകി കഴിഞ്ഞ് ഒന്നിരിക്കാൻ പോലും നിൽക്കാതെ ഫിലിപ്പ് ധൃതി കാണിച്ചു. നയന മിണ്ടാതെ നിന്നു. വല്ലാത്തൊരു തരം അവസ്ഥയിലൂടെയാണല്ലോ ആ നിമിഷം അവർ 3 പേരും കടന്നു പോകുന്നത്. എന്തൊക്കെയോ പ്രതീക്ഷകളോട് കൂടിയാണ് മാൻഷനിലേക്ക് വന്നത്. യേശുവിനെ കാണുന്നു, സംസാരിക്കുന്നു, ഇഷ്ടമാവുന്നു. മകന്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ പറയുന്നു. അധികാരപ്പെട്ടവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, വിവാഹം ഉറപ്പിക്കുന്നു. മകന് നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു പാതിയെ സ്വപ്നം കണ്ട് ആ മാൻഷന്റെ പടി കടന്നവരാണ്. നയന ആദത്തെ നോക്കി. അവന്റെ തകർന്നുള്ള ആ ഇരിപ്പ് സഹിക്കുന്നില്ല. ഇച്ചായ പോവാം. എത്രയും വേഗം അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ മതിയെന്നായിരുന്നു അവരുടെ 2 പേരുടെയും ഉള്ളിൽ. നയന പറയുമ്പോൾ ഫിലിപ്പ് തലയാട്ടി. ഇനിയും നിർബന്ധിക്കുന്നില്ല, മക്കളിനിന്ന് വരില്ലായിരിക്കും. രുദ്രൻ 1 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മോളുമായി ഒന്ന് കറങ്ങാൻ പോയതാവും. ഇനി എന്നാണ് മടക്കുന്നത് അവൻക്ക് മാത്രമേ അറിയുള്ളൂ. മോഹനൊരു ചിരിയോടെ പറയുമ്പോൾ ഫിലിപ്പ് നയനെ ഒന്ന് ചിരിച്ചു. ഒന്നും പറയാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനും കഴിയുന്നില്ല. ആ, കാണാൻ വിധിയുണ്ടെങ്കിൽ കാണാം അല്ലേ നൈന? ഫിലിപ്പ് വേദനയോടെ നൈനയെ നോക്കി ചോദിക്കുമ്പോൾ അവരൊന്ന് തലയാട്ടി. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവർ തലതാഴ്ത്തി. ശേഷം മുന്നോട്ട് നടന്നു. ആദം. സെറ്റിയിൽ ആ ലോകത്തൊന്നുമല്ലെന്ന പോലെ ഇരിക്കുന്നവനെ ഫിലിപ്പ് വിളിക്കുമ്പോൾ അവൻ എണീറ്റു. എന്നായിരുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ? എല്ലാവരെയും നോക്കി ഒരു പുഞ്ചിരിയോട് അവൻ പറയുമ്പോൾ എല്ലാവരും തലയാട്ടി. അവർ 3 പേരും മുന്നോട്ട് നടന്നു. മറ്റുള്ളവരെല്ലാം അവർക്ക് പിന്നാലെ വന്നു. ഫിലിപ്പ്, സമയം കിട്ടുമ്പോൾ ഇനി ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങ്. മോളെ കണ്ടില്ലല്ലോ. ഇനി മോഹൻ ഫാമിലിയുമായി അങ്ങോട്ട് വാ. ഇടയ്ക്കൊക്കെ ഇതുപോലെ കൂടുന്നതൊരു സന്തോഷമല്ലേ? മോഹനെ പുണർന്നുകൊണ്ട് ഫിലിപ്പ് പറയുമ്പോൾ മോഹൻ തലയാട്ടി. ആ, ഏട്ടനെടുത്തിയും വന്നല്ലോ. കണ്ണൻ പറയുന്നത് കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ അടുത്തേക്ക് വരുന്ന കാറിലേക്ക് നീണ്ടു. ആദ്യം ഒരു ചിരിയോടെ നിന്നു. കാണാൻ ആഗ്രഹിച്ചിരുന്നു 2 പേരെയും. ഒരുപക്ഷെ ഇനി കാണാനൊരു അവസരം കിട്ടിയില്ലെങ്കിലും. നയനയും ആഗ്രഹത്തോടെ കാറിലേക്ക് നോക്കി. മകന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടി ഒരു നന്ദി വാക്ക് പറയാതെ പോയാൽ അതൊരു നന്ദികേടാകും. അവരെല്ലാം കാറിലേക്ക് തന്നെ നോക്കി നിൽക്കെ കോഡ്രൈവ് സീറ്റിൽ നിന്നും വിഷു ഇറങ്ങി. ഒരു സാരിയാണ് വേഷം. സ്ലീവ്ലെസ് കളറിലുള്ള ഡാർക്ക് കളർ ഒരു സാരിയാണ് വേഷം. വിടർത്തിയിട്ടിരിക്കുവാണ്. അവളെ കണ്ട ആ നിമിഷം തന്നെ നയനയുടെ മുഖം വിടർന്നു. ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന ചിന്തയിലാവാം അപ്പം തന്നെ ആ മുഖം പാടി. ഏട്ടത്തി. ഈശു ഇറങ്ങി ഡോറടിച്ചത് കണ്ണൻ വന്ന് അവൾ ഇറുകെ പുണർന്നു എന്ന് പറഞ്ഞാൽ ഞെക്കി കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നതാവും ശരി. മിസ് യു, ശരിക്കും കുറേ മിസ് യു. ഇനി കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നു. എങ്ങോട്ട്? കണ്ണൻ അവളെ പുണർന്നുകൊണ്ട് പറയുമ്പോൾ ഈശ്വര ആക്കിലോടെ ചോദിച്ചു. അവൾക്ക് തന്നെ അവൾ എവിടെയായിരുന്നെന്ന് അറിയില്ല. പിന്നെയാണ് അവനക്ക്. അവളുടെ ആ ചോദ്യം കേട്ടതും കണ്ണൻ അവളിൽ നിന്നും മടന്നു മാറി വിളിച്ചു. അതൊന്നും അറിയില്ല, എന്നാൽ എങ്ങോട്ടെങ്കിലും ഞാൻ വരുമായിരുന്നു. ആ ഇളിയോടെ തന്നെ അവൻ പറഞ്ഞു. ഈശോവിൻ്റെ കവിളിലൊന്ന് നുള്ളിവിട്ട ശേഷം അവൻ്റെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു. അപ്പോഴേക്ക് രുദ്രൻ കാറിൽ നിന്നിറങ്ങി. കണ്ണനെ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്നവരെ അവൾ ശ്രദ്ധിച്ചത്. ഫിലിപ്പിനെ നോക്കി അവളൊന്ന് ചിരിച്ചു. ഹായ് രുദ്രൻ. ഹായ് എങ്കിൽ. ഫിലിപ്പ് രുദ്രനൊന്ന് പുണർന്നു. രുദ്രൻ തിരിച്ചു. രുദ്രൻ നയനയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ആദത്തെ നോക്കി. ഒരു ചിരിയോടെ അവനെ നോക്കി നിൽക്കുവാണ്. രുദ്രൻ ഒന്ന് ചിരിച്ചു. ഈശു നയനയെ നോക്കി. നയന അവളെ തന്നെ അടിപൊളി നോക്കി നിൽക്കുവാണ്. എന്തൊരു ഭംഗിയുള്ള പെൺകുട്ടി. ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ നിലാവിൽ അവളുടെ ഭംഗി ഒന്നുകൂടെ തിളങ്ങുന്നത് പോലെ. നയനയുടെ നോട്ടം ശ്രദ്ധിച്ചത് കൊണ്ടാണോ അതോ അവൻ്റെയാണെന്ന് അവരറിയാൻ വേണ്ടിയാണെന്ന് അറിയില്ല. രുദ്രൻ കണ്ണൻ്റെ അടുത്ത് നിന്ന് വിഷുവിനെ പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർത്തു. ഈശോ ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു. നിങ്ങൾക്ക് എപ്പോൾ വന്നു? ഫിലിപ്പിനെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അദ്ദേഹം വിഷുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവനെ നോക്കി.
ഞങ്ങൾ വന്നിട്ടൊക്കെ കുറേ നേരമായി. ഡിന്നറും കഴിച്ച് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങളുടെ വരവ്. ഈശുവിനെ കാണണമെന്ന് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം നടന്നു. ഈശുവിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന നയനയെ നോക്കി ഫിലിപ്പ് അത് പറയുമ്പോൾ ഈശു ഒന്ന് ചിരിച്ചു. രുദ്രനും കണ്ടാ മാത്രം മതിയോ? സംസാരിക്കൊന്നും വേണ്ടേ? വരൂ, കയറിയിരിക്ക്, കുറച്ച് കഴിഞ്ഞ് പോകാം. ആദം വരൂ. അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ ഈശുവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. പുറത്തു നിർത്തി അവരോട് സംസാരിക്കുന്നതിൽ അവനൊരു മര്യാദ കണ്ടിരുന്നില്ല. അതാണ് അകത്തേക്ക് വരാൻ പറഞ്ഞത്. രുദ്രൻ നടക്കാൻ ഒരുങ്ങിയതും ആദം അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട രുദ്ര, ഞങ്ങൾ ഇറങ്ങട്ടെ. ഈശുവെ കാണുന്ന മാമൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, കണ്ണു നിറച്ച് കണ്ട സ്ഥിതിക്ക് പോയാലോ? ആദ്യം രുദ്രൻ നോക്കിയും പിന്നെ നയനയെ നോക്കിയും ഒരു ചിരിയോടെയാണ് അവനത് പറഞ്ഞത്. നയനയും ഒന്ന് ചിരിച്ചു. കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറയാൻ ആ നിമിഷം നയനക്ക് കഴിഞ്ഞില്ല. അവർ യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവൾ രുദ്രൻ്റെ നെഞ്ചിൽ നിന്നൊരൽപ്പം മുന്നോട്ട് നീങ്ങി. പക്ഷേ രുദ്രൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. നയന രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. യേശുവ രുദ്രൻ്റെയാണെന്ന് പറയാതെ പറഞ്ഞതാണെന്ന് അവർക്ക് മാത്രമല്ല ആദത്തിനും ഫിലിപ്പിനും മനസ്സിലായി. പക്ഷേ അതിന് മാത്രം ഒന്നും അവിടെ ഉണ്ടായില്ല. അവരുടെയൊക്കെ നോട്ടം കണ്ടപ്പോൾ ഈശു രുദ്രൻ്റെ വയറിലൊന്ന് തട്ടിക്കൊണ്ട് മുന്നോട്ട് നിന്നു. ശേഷം നയനയെ നോക്കി ഒന്ന് ചിരിച്ചും കൊടുത്തു. എന്നും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ രണ്ട് കവിളിലും കൈ ചേർത്ത് അവളുടെ മുഖം താഴ്ത്തിയ ശേഷം അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. 2-3 നിമിഷം അവരുടെ ചുണ്ടുകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഇറത്തി മാറ്റുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അത് കണ്ട് ആദം അവൻ്റെ മുഖം തിരിച്ചു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണേണ്ടെന്ന പോലെ. ഫിലിപ്പ് കണ്ണുകൾ രണ്ടും അമർത്തി തുറച്ചൊന്ന് ചിരിച്ചു. അവരുടെ ജീവനായ മകൻ്റെ ജീവൻ രക്ഷിച്ച് പെൺകുട്ടിയോടുള്ള സ്നേഹം അങ്ങനെ അവർക്കെല്ലാം തോന്നിയുള്ളൂ, രുദ്രനൊഴിച്ച്. എന്നാ ഞങ്ങൾ പോട്ടെ. കൂടുതൽ പറയാൻ നിൽക്കാതെ നയന കാറിൽ കയറി. ഫിലിപ്പ് എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് ബൈക്കിൽ നയനക്കൊപ്പം കയറി. എന്നാ ശരി രുദ്ര, വിശ്വ പോട്ടെ. ആദം അവരെ രണ്ടുപേരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഡോറ് തുറന്നു. ആദം കാറിലേക്ക് കയറിയില്ല. അതിനു മുമ്പ് പിന്നിൽ നിന്ന് രുദ്രന്റെ വിളി വന്നു. ആദം തിരിഞ്ഞു നോക്കിയില്ല. ഒരു വലിയ ഭാരം ഹൃദയത്തിൽ കയറ്റി വെച്ചാണ് അവൻ നിൽക്കുന്നത്. അവിടെ കൂടുതൽ സമയം നിൽക്കുന്നതിനനുസരിച്ച് കൊണ്ട് ആ ഭാരം കൂടുവാണ്. രുദ്രൻ ആദത്തിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷോൾഡറിൽ കൈവച്ചു. എന്തോ അന്നേരം ആദത്തിന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. വാ. രുദ്രനിൽ നിന്നും മുഖം തിരിച്ച് അവനെ നോക്കാതെ നിൽക്കുന്ന ആദത്തിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് രുദ്രൻ പൂളിന്റെ ഭാഗത്തേക്ക് നടന്നു. എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി. ഈ ചൈന എന്തിനാ സാറിനെ അങ്ങോട്ട് കൊണ്ടുപോയത്? കൊല്ലാൻ. അവര് പോകുന്നെന്ന് നോക്കിക്കൊണ്ട് ഈശു ചോദിച്ചപ്പോൾ കണ്ണൻ ആത്മാർത്ഥത പറ്റി മറുപടി പറഞ്ഞു. എല്ലാവരും പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. സത്യം, ഇവർ നമ്മുടെ ബിസിനസ്സിലെ പുതിയ പാർട്ട്നേഴ്സ് അല്ലേ? ഇവർക്ക് നമ്മളൊരു വെല്ലുവിളിയാണെന്ന് കണക്കാക്കി അവർ നമ്മളെ തകർക്കാനുള്ളത് ചെയ്തു. അത് ഏട്ടൻ പിടിച്ചു. അവസാനം അവരുടെ തന്നെ MD ഏട്ടൻ കൊന്നു. കണ്ണൻ പറഞ്ഞു തീർന്നത് റോൺ അവനെ തലക്കിട്ടൊന്ന് കൊടുത്തു. മിണ്ടാതിരിക്കടാ. അതോടെ കണ്ണൻ നിർത്തി. ഈശോ വരെ തന്നെ നോക്കി നിന്നു. ഈശോ മാത്രമല്ല, എല്ലാവരും. കാറിൻ്റെ അകത്തിരിക്കുന്ന നയനയുടെയും ഫിലിപ്പിൻ്റെയും കണ്ണുകൾ വരെ അവരില്ലായിരുന്നു. ആദം ഒന്നും മിണ്ടാതെ തല താഴ്ത്തി രുദ്രനൊപ്പം നടക്കുന്ന ആദത്തെ നോക്കി രുദ്രൻ പതിയെ വിളിച്ചു. അവൻക്ക് ആർക്കും നോക്കിയാൽ അവരെ കാണില്ല. ഗാർഡനും മറ്റുമുള്ള ഭാഗത്തായതുകൊണ്ട് അവിടെ നിന്ന് നോക്കിയാൽ കാണില്ല. ആദം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആദത്തിന്റെ തോളിൽ തട്ടി ഒന്നുകൂടെ ആർദ്രമായി രുദ്രൻ വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ആദം രുദ്രന്റെ നെഞ്ചിലേക്ക് വീണു. രുദ്രൻ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പുണർന്നു. രുദ്രന്റെ ആ ചേർത്ത് പിടിക്കൽ മാത്രം മതിയായിരുന്നു അവൻക്ക്. അന്നേരം അവനൊന്നും ചിന്തിച്ചില്ല. ചായാനൊരു തോള്, അത്രമാത്രം. എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അവൻക്ക് അറിയില്ല. ആദം അവൻ്റെ സങ്കടം രുദ്രൻ്റെ നെഞ്ചിൽ ഒഴുക്കിക്കളഞ്ഞ ശേഷം അവൻ്റെ ചുമരിൽ നടന്നു മാറി. എന്തോ രുദ്രനെ നോക്കാൻ ചളിപ്പ്. അതുകൊണ്ട് അവനെ നോക്കാതെ പൂളിൻ്റെ മുന്നിലുള്ള ചെയറിലിരുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അതിനടുത്ത് രുദ്രനും ഇരുന്നു. ജീവനായിരുന്നു നിന്റെയാണെന്ന് അറിയുന്ന കുറച്ച് നിമിഷം മുമ്പ് വരെ. പക്ഷെ ഇപ്പോൾ എന്തോ യേശുവ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിന്റെ അച്ഛൻ പറഞ്ഞ യേശുവ രുദ്രനാഥെന്നത് മനസ്സിലേക്ക് വരുന്നത്. രുദ്രനെ നോക്കാതെ ആദം അത് പറയുമ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിലൊരു ചിരി വിടുന്നു. അവൻ്റെ ഉള്ളിലെ വേദന മായ്ക്കാൻ കേൾക്കാൻ രുദ്രനോട് നല്ലൊരാളില്ലെന്ന് അവൾക്ക് രണ്ടുപേർക്കും അറിയാം. അന്ന് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ആരില്ലാത്തൊരു പെൺകുട്ടി അത്രയും ആളുകൾക്കിടയിൽ വെച്ച് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് എനിക്കൊപ്പം ബാക്കിൽ കയറിയതൊക്കെ ഒരു സ്വപ്നം പോലെ ഞാൻ കേട്ടിരുന്നു. അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തല വെട്ടിപ്പൊളിയുന്ന വേദനയിലും കണ്ണു തുറക്കാൻ നോക്കിയത്. കണ്ടു ഒരു മിന്നായം പോലെ. പേടിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന, കണ്ണുകൾ വിറക്കുന്ന, കൈകൾ നെഞ്ചിൽ ആടി ആടി കിടക്കുന്ന ഒരു കുരിശുമാല. ബോധം വന്നപ്പോഴും അതായിരുന്നു മനസ്സിൽ. മായുന്നില്ല. മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. കുറേ നോക്കി, നടന്നില്ല. ഒടുകെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ മുഖത്തിന് വേണ്ടി പരതി. പേരിൽ വന്നു നിന്നു. അതൊടുക്കെ ഇവിടെയും. അത്രയും പറഞ്ഞുകൊണ്ട് ആദം രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവന് നോട്ടം തെളിഞ്ഞു കാണുന്ന മുന്നിലെ പൂളിലെ വെള്ളത്തിലേക്കാണ്. എല്ലാം കേൾക്കുന്നുണ്ട്. കേൾക്കാനൊരാൾ. അത്രയും അന്നേരം ആദത്തിനും വേണ്ടു. നിന്റെയാണെന്നൊരു സംശയം ഉള്ളിലുണ്ടായിരുന്നു.
അങ്കിള് പറഞ്ഞപ്പോൾ പൂർത്തിയായി. ഞാൻ ഓക്കെ ആവും. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം, അത്രയേ ഉള്ളൂ. നല്ല കുട്ടിയാണ്. മരിക്കോൾ അവളെ കിട്ടിയില്ലെന്നൊരു വേദന എൻ്റെ ഉള്ളിലുണ്ടാവും. ആദം അത് പറഞ്ഞു നിർത്തിയത് രുദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ പറഞ്ഞത് പറ്റിയില്ല. ആദൊന്ന് ചിരിച്ചു.